ഇന്നെന്തോ ബിരിയാണി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. കുറേ നാളായി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അങ്ങ് ട്രൈ ചെയ്താലോ എന്നൊന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഗോകുലിനെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ട് ബിരിയാണിയുടെ കലാപരിപാടികൾ അങ്ങ് ആരംഭിച്ചു. പുള്ളിക്കാരന് ബിരിയാണിയൊക്കെ വെക്കാൻ നല്ല ഇൻട്രസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ് പുള്ളിക്കാരൻ വെക്കുന്ന ബിരിയാണി. നോർമലി ഇവിടെ ബസ്മതി റൈസ് യൂസ് ചെയ്താണ് ബിരിയാണി വെക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ജീരകശാലയുടെ ജീര റൈസാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളിപ്പം ജീര റൈസ് യൂസ് ചെയ്ത് തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി വെക്കുന്നത്. മലബാർ ടൈപ്പ് ബിരിയാണി ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായേനെ. പക്ഷേ എന്തോ ബസ്മതി റൈസിനേക്കാളും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം. അങ്ങനെ നെയ്യും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ ഓൾറെഡി നല്ല മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ആ പരിപാടിയും ഗോകുൽ തന്നെയാണ് ചെയ്തത്. അതിൽ ഗോകുലിൻ്റെ സ്പെഷ്യൽ സീക്രട്ട് കൂട്ടൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ. ഗോകുലാണെങ്കിൽ പുതിന, മല്ലിച്ചപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് കാണാം. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കണ്ടാൽ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും, അടുത്ത സൺഡേ ആകുമ്പോഴത്തേക്കും ഞാനതൊക്കെ മറന്നിട്ടുണ്ടാകും. ഇതൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഗോകുൽ ഇതോ എടുത്ത് കുറച്ച് ഉള്ളിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിക്ക് ഇവിടെ വെങ്കായം എന്നാണ് പറയുന്നത്. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് ഇവിടെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാക്കി ദിവസങ്ങളിൽ ഒന്നിച്ച് കൂടുമെങ്കിലും പക്ഷേ അത് വൈകുന്നേരം ആകും. എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു നേരമാകും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാനോ എല്ലാവരുമായിട്ട് കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കാനൊന്നും സമയം കിട്ടത്തില്ല. പക്ഷേ സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങൾക്ക്. എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കുക്കിങ്, പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിക്കൽ, അതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേയിലെ കലാപരിപാടികൾ. നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് കുക്ക് ചെയ്യാൻ കൂടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരൻ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും പുള്ളി എൻ്റെ കൂടെ ഒരു ചെറിയൊരു കൈസഹായത്തിന് എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. അത് തന്നെ എനിക്ക് ധാരാളമാണ്. കുറച്ച് ചെറിയതായിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഉള്ളി തക്കാളിയൊക്കെ. അപ്പം നമുക്കതിലേക്ക് നമ്മൾ നല്ല മസാലയൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ തൊട്ട് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ ആ മണം അങ്ങോട്ട് വരാൻ തുടങ്ങും. നല്ല അടിപൊളി മണമാണ്. അപ്പം തന്നെ നമ്മൾക്കൊന്ന് നന്നായിട്ട് വേവിച്ച് ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് കഴിക്കാൻ തോന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക്. അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി റൈസിനാകെ കുക്കറിൽ വെക്കുമ്പം ഒരു വിസിലടിച്ചാൽ പെട്ടെന്ന് മാത്രം മതി, അല്ലാതെ തന്നെ വേഗം. പക്ഷേ ചിക്കൻ അതുകൊണ്ട് അത്രയും വേഗം എത്താത്തതുകൊണ്ട് ആദ്യം തന്നെ ചിക്കൻ നമ്മൾ ഒരു വിസിലടിച്ച് നമ്മൾ വേവിച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ബിരിയാണി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബിരിയാണി റൈസൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുക്കർ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു വിസിലടിക്കുന്നത് വയ്ക്കും. ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയായിട്ട് സെറ്റായിട്ടുണ്ടാകും. ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്ന ബിരിയാണി കുക്കറിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ്. അപ്പം ഗോകുലത്തെ കുക്കറൊക്കെ അടച്ചു വെച്ച് നമ്മുടെ ഫസ്റ്റ് വിസിലിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം ബിരിയാണി സെറ്റായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു വിസിലടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ഓഫ് ചെയ്തു. ഇതിപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കാൻ പോവാണ് ബിരിയാണിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. ഫ്ലോപ്പായോ ഇല്ല, നല്ല അടിപൊളിയാണോ എന്ന്. പക്ഷെ നല്ല നല്ല മണവും നല്ല ആവി പറക്കുന്നുണ്ട്. ഞാനിപ്പം തന്നെ ഒരു പ്ലേറ്റ് എടുത്തിട്ടൊക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് നെയ്യും കൂടെ ഗോകുൽ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാനുള്ള പ്ലേറ്റുമായിട്ട് ഇത് ഗോകുലിൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിന് ഒരു ലെഗ് പീസ് എടുത്തിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് എൻ്റെ പൊന്നോ, ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപാരം ടേസ്റ്റാണ്. അപ്പോൾ ചൂട് പോകുന്നതിന് മുമ്പ് ഞാനിതൊന്ന് വേഗം കഴിച്ച് തീർക്കട്ടെ. ബൈ ബൈ.